ഹലോ എൻ്റെ ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു യുണീക്കായിട്ടൊരു സാധനമാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് നീനു ഷാജിക്കൊക്കെ വലിയ വലിയ ക്യൂറിയേറ്ററിന് യൂട്യൂബ് തന്നെ ഒരു യൂട്യൂബിൻ്റെ ലാമ്പ് കൊടുത്തില്ലേ, ഇതേപോലത്തെ. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ട ചാനലല്ലേ, അപ്പോൾ കിട്ടിയില്ലെങ്കിലും സാരമില്ല, നമുക്കൊന്ന് കൈ കൊണ്ടുണ്ടാക്കുക. അതിനുവേണ്ടി ഞാൻ പഴയ ഒരു കാർഡ്ബോർഡ് ബോക്സ് എന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ട് നടുക്കുന്ന് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, അത്ര പെർഫെക്റ്റ് ആയാലും നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ കണ്ടപ്പോഴത്തേനാണ് ഞാനിങ്ങനെ ഐഡിയ കണ്ടത്. അപ്പം നമ്മൾ രണ്ട് സൈഡും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് രണ്ട് സൈഡും വെച്ചു. ഒരു ഫ്രണ്ട് സൈഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ, ബാക്ക് സൈഡ് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് വെച്ചാൽ മതി. ഇനി നമ്മൾ അതിനെല്ലാം റെഡ് കളർ കൊണ്ട് പെയിൻറ്റ് അടിക്കും. പെയിൻറ്റ് അടിക്കുകയാണെന്നല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ റെഡ് ചാർട്ട് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ റെഡ് കളർ കൊണ്ട് പെയിൻറ്റ് അടിക്കുമോ, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിക്കുമോ, എന്തെങ്കിലും ഒക്കെയാണ്. ഇത് കണ്ട് ഭാഷി എന്നുള്ള പേര് കണ്ടിക്കണേ, നമ്മുടെ ഒരു സൈറ്റിൻ്റെ പേരാട്ടോ. ഇതിപ്പോൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പം അത് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. റെഡ് കളറാണ് അടിച്ചെടുക്കുന്നത്. ഇനി ഇതിനകത്ത് വെക്കാനുള്ള ഫെയറി ലൈറ്റ് എൻ്റെ കയ്യിൽ സാധാരണ നമ്മളൊരു LED ലൈറ്റോ എന്തെങ്കിലും വെക്കണമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഫെയറി ലൈറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് വെക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ സ്കിപ്പായിപ്പോയി. പക്ഷേ ഇനിമേ നമ്മൾ ഇതിൽ ഇനി ഉണങ്ങാൻ ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ ലോഗോ വരച്ച് കൊടുക്കണം, വൈറ്റ് കളർ സെൻറ്ററില്ലേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഏകദേശം ഒന്ന് ചുമ്മാ കളർ കൊണ്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരും DIY എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങൾ ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ സാരിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ കിട്ടുന്ന കാലത്ത് നമുക്കിത് കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലേ ആർട്ടിൻ്റെ ജേർണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫുള്ള് കാണണം. ഓരോ ദിവസം പുതിയതായിട്ട് ഞാൻ ക്ലേയുടെ ഒരു വലിയ പെർഫെക്റ്റ് ആളൊന്നുമല്ല, പക്ഷേ എന്നാലും നമ്മുടെ രീതി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഷെയറും ലൈക്കും വിത്തൗട്ട് സ്കിപ്പിങ് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യൂട്ടീസ് ഇതാണ് നമ്മളിങ്ങനെ വൈറ്റ് കളർ ആ സെൻറ്ററിലുള്ള ആ ലോഗോയുടെ അതിൻ്റെ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള വരച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഞാൻ ആദ്യം ഗ്ലാസ് പെയിൻറ്റ് അടിച്ചത്, പക്ഷേ ഗ്ലാസ് പെയിൻറ്റ് റെഡ് കളർ അടിച്ചിട്ട് എനിക്ക് അത്ര പെർഫെക്ഷൻ തോന്നില്ല. പിന്നെ നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം റെഡ് കളർ നല്ലോണം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് കാണും. സത്യം പറഞ്ഞാൽ ഗ്ലാസ് പെയിൻറ്റ് അടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ അതിൻ്റെ ഗ്ലാസ് പെയിൻറ്റ് അത്ര കട്ട പിടിച്ചാൽ തുടങ്ങി. നിങ്ങളുടെ ഗ്ലാസ് പെയിൻ്റ് ഉണ്ടെങ്കിൽ അതാ നല്ല സൂപ്പറായിട്ട് ഈ ലൈറ്റ് കത്തിക്കാൻ നല്ല LED എഫക്റ്റ് ഈ ഗ്ലാസ് പെയിൻറ്റ് കൊണ്ടാണ് നല്ലോണം വരുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ഗ്ലാസ് പെയിൻറ്റ് ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാച്ചസ് വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡ് പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി കഴിഞ്ഞ് ഇനി നമുക്ക് അതിനുള്ള സ്റ്റാൻഡും നിൽക്കാനുള്ള ആ കുഴലും ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ഇനി LED ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അത് പക്ഷേ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി കേട്ടോ, കാരണം വീഡിയോ പിടിച്ചു പക്ഷേ വന്നില്ല. അപ്പോൾ ഇത് LED ലൈറ്റ് LED ലൈറ്റ് അല്ല ഞാൻ വെച്ചത്, ഞാൻ ഫെയറി ലൈറ്റാണ്. LED ലൈറ്റിൻ്റെ സ്ട്രിപ്പ് കിട്ടും, അത് കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല കറക്റ്റ് അതേപോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഒരു സ്റ്റാൻഡും പിന്നെ ഒരു ഹോൾഡ് ചെയ്യാൻ സാധനം. അപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ വൈറ്റ് കളറിൽ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയ ശേഷം ഇനി ഇതൊരു ഏതൊരു ACV ഏതാണ്ട് സാധനത്തിന് മേടിച്ചൊരു കുഴൽ സാധനമാണ്, അല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കുഴൽ ഈ കുഴൽ പോലത്തെ സാധനമില്ല, ട്യൂബ്, അതുകൊണ്ടെങ്കിലും മതി, എന്തെങ്കിലും PVC പൈപ്പ് എന്തെങ്കിലും മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടിയെ. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബിൻ്റെ ലാമ്പ് അല്ലെങ്കിൽ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ലൈറ്റ് കത്തിച്ച് നോക്കാം, പക്ഷേ ലൈറ്റ് അത്ര എഫക്റ്റായിട്ട് വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് അടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ സാരില്ല, ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ലൈറ്റ് കുഴപ്പമില്ലല്ലോ, ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ പെർഫെക്ഷൻ ആയാലും നമ്മുടെ മനസ്സമാധാനത്തിലിരിക്കട്ടെ അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ല കേട്ടോ എല്ലാവരും കേട്ടോ. ബൈ.